ഉമ്മമാരെന്ന് മനസ്സിലാക്കണം. എന്റെ ഉപ്പമാരോട് ആദ്യം പറയട്ടെ, ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും, നിന്റെ ഭാര്യയെ നിന്റെ മക്കളെ സൂക്ഷിക്കണം. നിങ്ങൾ കാശ് കൊടുക്കും, നിങ്ങൾ വസ്ത്രം മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാശ് കൊടുക്കും, നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കും. ആ ഭാര്യമാർ ഏത് കോലത്തിൽ ഏത് രീതിയിലുള്ള വസ്ത്രമാണ് മേടിക്കുക എന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയോ? ഇല്ല. ഇന്ന് എന്ത് വസ്ത്രം ധരിച്ചാൽ നമുക്കൊക്കെ കണക്കാണ്. അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, അധ്വാനിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് വന്ന് കൊടുക്കുന്ന കാശ് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ശരീരത്തിന്റെ വെടുപ്പും തുടുപ്പും എടുത്തറിയിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണാകരുത്. എന്റെ പ്രിയപ്പെട്ട പുന്നാര പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോ എന്റെ റബ്ബേ, അവരത്ത് മറയാത്ത കോലത്തിലുള്ള വസ്ത്രം ധരിച്ചു പോയാ എന്റെ റബ്ബിന്റെ മുമ്പിൽ കയ്യും കെട്ടി നിന്ന് സമാധാനം പറയേണ്ടി വരില്ല അല്ലാ. അതുകൊണ്ട് അല്ലാ, ഞാൻ എന്റെ മക്കളുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാ, എന്റെ ഭാര്യന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാ. ഇന്ന് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഓരോ കടകമ്പോളങ്ങളിലേക്കും ഇറങ്ങി തിരിച്ച എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഇന്ന് ഫർദയിട്ട് വെങ്ങന്മാര് കടകമ്പോളങ്ങളിൽ അടിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോ പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയില് പാറിപ്പറക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, വേണ്ട വേണ്ട. ഇന്ന് ഫർദന്റെ കോലം മാറി, ഇന്ന് ചെരുപ്പിന്റെ കോലം മാറി, ഇന്നതാ തലയിൽ തട്ടമിടുന്ന കോലം മാറിയില്ലേ? ഒരു മുസ്ലിമായ പെണ്ണാണോ, ഒരു മുസ്ലിമായ പെണ്ണാണോ ശരീരത്തിന്റെ വെടുപ്പും തുടുപ്പും എടുത്തറിയിക്കുന്ന രീതിയിലുള്ള ഫർദ ഒരൊറ്റ പെണ്ണും ധരിക്കില്ല. അസ്മാ ബീവി നബി തങ്ങളുടെ മുമ്പിൽ വന്നപ്പോ അസ്മയോട് പറഞ്ഞു, അസ്മാ പോ, അസ്മാ എന്റെ മുമ്പിൽ നിന്ന് നിന്റെ കൈറി പിടിച്ചു കിടക്കുകയാണ്, അതുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്ന് പോകല്ലേ അസ്മാ. അസ്മാ ബീവി കരഞ്ഞുകൊണ്ട് പോയിട്ട് നല്ല വസ്ത്രം ധരിച്ചു കൊണ്ട് വന്നപ്പോ നബി തങ്ങൾ അൽഹംദുലില്ലാഹ് സൽമാ, അസ്മാ നിനക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ഇതേപോലെ വേഷം ധരിക്കുന്ന പെണ്ണിന് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാനെന്ന് ചോദിക്കട്ടോ, ഇന്ന് ശരീരത്തിന്റെ വെടുപ്പോ തുടുപ്പോ എടുത്തറിയിക്കുന്ന രീതിയിലുള്ള ഫർദയില്ലേ എന്റെ മൊഗ്രാല് പുത്തൂരിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ധരിച്ചു പോയാ എന്റെ പെണ്ണ് ഇന്നത്തെ ഫർദ മുഴുവനും ഹറാമിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുക. അതല്ലാതെ ഇന്ന് ശരീരത്തിന്റെ വെടുപ്പോ തുടുപ്പോ എടുത്തറിയിക്കാത്ത രീതിയിലുള്ള ഫർദ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുറവാണ്, 100% കുറവാ. എന്റെ പ്രിയപ്പെട്ടവര്, അനുഭവത്തിന്റെ വെളിച്ചത്തിലാ വിളിച്ചു പറയുക. ഇന്ന് കടകമ്പോളങ്ങളിൽ ചെന്ന് കയറുമ്പോ എത്ര ഇനം ഫർദകളാണ് എടുത്തിടുന്നത് എന്നറിയോ? പത്തരമാറ്റത്തെ ഫർദ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിടുമ്പോ അതിന്റെ കോലം നോക്കിയാ ആരും ആണായിട്ടുള്ളവൻ തലകുരിച്ചു പോകുന്ന, ആണായിട്ടുള്ളവൻ തലകുരിച്ചു പോകുന്ന വേഷമാ. എന്റെ പെങ്ങളെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? ഇതേപോലെ ഉള്ള ഫർദ ഇട്ടാലോ, ഇതേപോലെ ഉള്ള ഫർദ ഇട്ടാലാണ് നല്ലതെന്ന് വിചാരിച്ചു പോയോ? എന്റെ പെണ്ണേ, ഈ ഫർദ നിന്നെ കൊണ്ടുപോകുന്നത് ഹറാമിയത്തിന്റെ പടുകുഴിയിലേക്കാ, നരകത്തിന്റെ പടുകുഴിയിലേക്കാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയാ, ഒരിക്കലും നമ്മൾ കാശ് കൊടുക്കുമ്പോ നമ്മൾ ഈ കൊടുക്കുന്ന കാശ് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ശരീരത്തിന്റെ വെടുപ്പും തുടുപ്പെടുത്തറിയിക്കാത്ത രീതിയിലുള്ള ഫർദ തന്നെ ധരിക്കണം. ഈ ഒരു ചിന്ത ഭർത്താവിന്റെ അടുക്കൽ വേണം, ഓരോരുത്തരുടെ അടുക്കൽ. എന്റെ ചെറുപ്പക്കാരാ, ഇന്ന് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ദിവസം അൽഹംദുലില്ലാഹ് ബൈക്കിന്റെ ബാക്കി വെച്ചോണ്ട് പോയാൽ കാറൊന്നും വേണ്ട, അന്ന് കാറ് വേണ്ട. കാരണം 10 ആളുകൾ എന്റെ പെണ്ണ് കൊള്ളാന്ന് കണ്ടോട്ടെ, അല്ലേ? ഈ ഒരു കോലം പാടില്ല. ആണത്തമുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ പുത്തൂരിലുണ്ടെങ്കിൽ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ മറ്റുള്ളവനെ കാണാൻ വേണ്ടി കന്നാലുകളെ പോലെ അഴിച്ചുവിടില്ല. ുള്ളൊരു ചെറുപ്പക്കാരൻ അവന്റെ ഭാര്യ, എന്റെ ഭാര്യ മറ്റുള്ളവൻ കണ്ടിട്ട് അസൂയപ്പെടണം എന്ന് പറയൂല. അതേസമയം ഈമാനുള്ളവൻ പറയും, അല്ലാഹുവേ എന്റെ ഭാര്യന്റെ അവരത്ത് മറ്റുള്ളവൻ കാണുക ഇഷ്ടല്ല, മറ്റുള്ളവൻ കാണാനും പാടില്ല. ഈ ഒരു ചിന്തയുള്ളവനാണ് യഥാർത്ഥമായിട്ടുള്ള മുസൽമാൻ. അല്ലാതെ ഏതായാലും എന്റെ അപ്പുറത്തെ സുബേറിന്റെ ഭാര്യ അങ്ങനെ, അതുകൊണ്ട് അവന്ന് കണ്ടോട്ടെ എന്റെ ഭാര്യന്റെ സൗന്ദര്യം, പാടില്ല. അങ്ങനെ വന്നു പോയാ അല്ലാഹു നിന്നോട് ചോദിക്കാതെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ചോദിക്കാതെ അല്ലാഹു നിന്നെ വെറുതെ വിടില്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച ഇന്ന് ഷമീർ ദാരിമി എന്ന് മൊഗ്രാല് പുത്തൂരിൽ വന്നപ്പോ എന്റെ വാത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ പെണ്ണേ, ഈ
നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട എന്റെ ഉമ്മയെ പോലെ കണ്ടുകൊണ്ടാ ഞാൻ എന്റെ സഹോദരിമാരോട് പറയുക, എന്റെ പെങ്ങളെ പോലെ കണ്ടുകൊണ്ടാണ് പെങ്ങളെ ഞാൻ നിങ്ങളോട് പറയുക. ഹറാമിയത്തിന്റെ പടുകുഴിയിലേക്ക് പോകല്ലേ. മുസ്ലിമല്ലേ പെണ്ണ്, മുസ്ലിമല്ലേ പെണ്ണ്, ഖദീജ എന്ന് പേരിട്ടുകൊണ്ട് ഔറത്തെല്ലാം ഇറിപ്പിടിക്കുന്ന ഫർദ് ധരിക്കല്ലേ പെണ്ണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യൻ്റെതായിട്ടുള്ള പേരിട്ടിട്ട് മോശമായിട്ടുള്ള രീതിയിൽ നടക്കല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അങ്ങനെ പോയാ അല്ലാഹു നിന്നെ വെറുതെ വിടില്ല. മദീനത്തെ മണവാള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അധികം പറയൂല, ഇൻഷാ അല്ലാഹ് 20 മിനിറ്റുള്ളിൽ വാതിർത്തിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോളി. അല്ലാഹു തആല നമുക്കൊക്കെ സ്വർഗം തരട്ടെ. നബി തങ്ങൾ പറഞ്ഞില്ലേ, ദീനിന്റെ സദസ്സിലേക്ക് ഒരാൾ വന്ന് സന്തോഷകരമായിട്ട് വന്നു. അങ്ങനെ സന്തോഷകരമായിട്ട് വന്ന് അവിടെ ഇരുന്നു കൊണ്ട് അവൻ ദുആ ചെയ്ത് സ്വലാത്ത് ചൊല്ലി പിരിഞ്ഞു പോയാൽ അവന്റെ പാപങ്ങൾ ഇരിക്കുന്ന സമയം മുഴുവനും ചോർന്നു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സഹോദരങ്ങളെ, ഇന്നിവിടെ പനിയായിട്ട് ഞാനിവിടെ വന്നപ്പോ നമ്മുടെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ അധികമായി എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, സുഖമില്ല, ഞാൻ വളരെയേറെ സാവധാനം സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ ഇതേപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടി ഒരിക്കലും മോശമാകാൻ പാടില്ല എന്നുള്ള ഉറച്ചൊരു വിശ്വാസത്തോടു കൂടിയ എൻ്റെ ചെറുപ്പക്കാർക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് ഈ മൈക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടിക്കൊണ്ട് പറയുന്നത്, അല്ലാഹു തആല ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കാശ് കൊണ്ട് മോശത്തിലേക്ക് പോകരുത്, ഹറാമിയത്തിലേക്ക് പോകരുത്. നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യമാരെ സൂക്ഷിക്കേണ്ടുന്ന കടമ നമുക്കാണ്, നമ്മളോട് അല്ലാഹു തആല ചോദിക്കൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ പരിപാടിക്ക് ഒരുപാട് ചിലവുണ്ട്. എന്റെ സഹോദരൻ ആരുന്നിട്ട് പോകല. സഹോദരങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് വെക്കണം. ഇല്ല എങ്കിൽ നമസ്കാരമില്ലാതെ കള്ള് കുടിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് പലിശ പേടിച്ചുകൊണ്ട് ഹറാമിയത്തിന്റെ ഏതെല്ലാം വഴികളും ആ വഴികളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സ്വർഗമല്ല. ഉലൈക മഅവാഹുമുൽ നാർ ബിമാ കാനൂ യക്സിബൂ. നരകത്തിന്റെ പടുകുഴിയായിരിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയാം. ഉറക്കെ ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ ചെയ്യും എല്ലാവരും. സ്വല്ലല്ലാഹു ഞങ്ങളെ ഈ ചൊല്ലിയ സ്വലാത്ത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഇതിലൂടെ അല്ലാഹുവേ നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ഒരു മുസൽമാൻ യഥാർത്ഥമായിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ അവൻ ജീവിച്ചു പോയാൽ അവന്റെ വാസസ്ഥലം കത്തിക്കാണുന്ന നരകമാണ്. അല്ലാഹു നമ്മെ ഏവരെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ പേര് പറയുമ്പോൾ തന്നെ പേടിയാ, അതിന്റെ പേര് പറയുമ്പോൾ തന്നെ പേടിയാ. ഇന്നിപ്പോ നരകത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഓർത്തുകൊണ്ട് കരയാനുള്ള കണ്ണീരില്ല. لا يجد النار أحد بكى من خشية الله حتى يعود اللبن في الضرع. صدق رسول الله റബ്ബിനെ പേടിച്ചുകൊണ്ട് ഒരാൾ കരഞ്ഞു പോയാൽ, പൊട്ടിക്കരഞ്ഞു പോയാൽ, അള്ളാനെ പേടി അങ്ങനെ അല്ലാഹ് ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചാരത്തിന്റെ പടുകുഴിയിൽ പോയിട്ടുണ്ട്, ഞാൻ പലിശ പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പേടിച്ചുകൊണ്ട് കരയാൻ അല്ലാഹ് നീ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കരഞ്ഞു പോയാൽ അവൻ അല്ലാഹുവിന്റെ നരകത്തിൽ കടക്കൂല. കറന്നെടുത്ത ഒട്ടകത്തിന്റെ മുലപ്പാല് തിരിച്ചതിന്റെ അകടിലേക്ക് അങ്ങ് കയറിയാൽ പോലും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുള്ള ഒരാളും നരകത്തിൽ കടക്കൂല എന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ല് കരഞ്ഞു. فإن منها يتفجر منها الأنهار. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിച്ചോ പ്രിയപ്പെട്ടവരെ, പഠിച്ചോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വനാന്തരത്തിന്റെ അരികിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു കല്ലിരുന്ന് കൊണ്ട് കരയുകയാ.
ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കല്ലിനോട് ചോദിക്കുന്നു, കല്ലേ എന്തിനാ കരയുന്നത്, എന്തിനാ വേദനിക്കുന്നത്, എന്തിനാണ് പ്രയാസപ്പെടുന്നതെന്ന് കല്ലിനോട് ചോദിക്കുമ്പോ ആ കല്ലവിടെന്ന് പറയുകയാ, അല്ല ഈസാ നബിയേ, ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല. അവ അൽഹമനി റബ്ബി വഖൂദുൽ നാസു വൽ ഹിജാറ. അല്ലാഹു എന്നെ അറിയിച്ചിട്ടുണ്ട്, അല്ലാഹു എന്നെ അറിയിച്ചിട്ടുണ്ട്. അൽഹമനി റബ്ബി, അല്ലാഹു എന്നെ അറിയിച്ചിരിക്കുകയാണ്. വഖൂദുൽ നാസു വൽ ഹിജാറ. നാളെ അല്ലാഹുവിന്റെ നരകത്തിലിട്ട് കൊണ്ട് ശിക്ഷിക്കുന്നത് അത് കല്ലുകളെയാണ്, കല്ലുകളെയാണ്, മനുഷ്യരെയാ എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോ ഞാൻ കരഞ്ഞതാ. ഖുർആനി കഥ പറഞ്ഞതാ. ഫഇന്ന മിൻഹാ യതഫജ്ജറു മിൻഹൽ അൽഹാർ. കല്ല് പോലും കരഞ്ഞു പോയി. മനസ്സുകൊണ്ട് അല്ലാഹു നമുക്ക് ചിന്തിക്കാൻ കഴിവ് തന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവര് ഒരു നേരമെങ്കിലും കരയാ നമുക്കൊന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ, ഓ അല്ലാഹുവിന്റെ കൽപ്പനകൾ മുഴുവൻ ജീവിതത്തിൽ കൽപ്പിച്ചിട്ടാ, ജീവിതത്തിൽ കൽപ്പിച്ചപ്പോ അത് മുഴുവനും അംഗീകരിച്ചിട്ടുള്ള ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് ഇവിടെ നോക്കിക്കോ, ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, ആ ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് നസലൽ അമീൻ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിൽ സലാം ചൊല്ലി നബി തങ്ങൾ നോക്കുമ്പോ ജിബ്രീൽ പൊട്ടി പൊട്ടി കരയുകയാണ്. ജിബ്രീൽ പൊട്ടി പൊട്ടി കരയുകയാ. ഇത് സാധാരണ മനുഷ്യനല്ലല്ലോ കരയുന്നത്, നബി തങ്ങളല്ലല്ലോ കരയുന്നത്. പിന്നാരാ കരയുന്നത് എന്നറിയോ? മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരയുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ അവിടെ എന്തിനാ കരയുന്നത്, എന്തിനാ വേദനിക്കുന്നത്, എന്തിനാ പ്രയാസപ്പെടുന്നത്, എന്തിനാ ദുഃഖിക്കുന്നത് എന്ന് പറയുമോ ജിബ്രീലേ? അവിടെ ജിബ്രീല് പറഞ്ഞു, ഇന്നലദൈനാ അൻകാലം വജഹീമാ, ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവേ, ഈ സമയത്ത് ഞാൻ ഇവിടത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത് നബിയേ നരകത്തിന്റെ ആയത്തുമായിട്ട് കടന്നു വന്നതാ. നമ്മുടെ നേതാവായിരുന്നു ഇബ്ലീസ് പോലും നരകത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയില്ലേ? അങ്ങനെയുള്ള ഞാനെന്ന് മനസ്സിലാക്കുകയാണ്. നമ്മളുടെ നേതാവായിരുന്നു ഇബ്ലീസ് എന്ന് നരകത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയി എങ്കിൽ എന്റെ അവസ്ഥ എന്താ? ഞാൻ നരകത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ, എന്ന് ഓർത്തുകൊണ്ട് ദുഃഖിച്ചു പോയതാ, എന്ന് ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയതാ. ഇത് കേട്ടുകൊണ്ട് കരഞ്ഞു പോയില്ലേ? മദീനത്തെ മണവാളൻ കരഞ്ഞില്ലേ? മദീനത്തെ രാജകുമാരൻ കരഞ്ഞില്ലേ? എന്നാ ഇന്ന് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പലതവണ ആവർത്തിച്ചെന്ന് കരഞ്ഞിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ വെട്ടവെക്കലും നമ്മുടെ കണ്ണുകളിൽ കൂടിയിട്ട് ഒരു തുള്ളി കണ്ണുനീര് ഇന്ന് വന്നു പോയോ ചെറുപ്പക്കാരാ?